ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വീട്ടിലാണ് കേട്ടോ, ചാരങ്ങാട്ട് വീട്ടിൽ. അപ്പം ഗൗരി ഇങ്ങനെ എന്താ വിശേഷം അറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് രാധാമണി അങ്ങോട്ടേക്ക് വരുന്നത്. വലിയ പഠിപ്പും വിവരവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. സ്വന്തം ഭർത്താവിൻ്റെ പിറന്നാൾ ദിവസം പോലും അവൾക്ക് ഓർമ്മയില്ല. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. വേറെ പലരുടെയും പല കാര്യങ്ങളും നോക്കുന്നത് കൊണ്ടാ ഭർത്താവിൻ്റെ കാര്യം നീ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നത്. അല്ലാതെ എന്ത് കണ്ടിട്ടാണാവോ എൻ്റെ ശങ്കർ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്ന് ചോദിച്ചാൽ രാധാമണി അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ ഗൗരിക്കാകെ വിഷമായി. പക്ഷെ തന്നോട് ശങ്കർ പറയുകയും ചെയ്തില്ലല്ലോ. അപ്പോൾ ആകെ വിഷമായിട്ട് ഗൗരിയും ഇങ്ങനെ ഒന്ന് നോക്കി ശങ്കറിനെ, എന്നിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ ശങ്കർ പൂജയ്ക്കിരിക്കുകയാണ്. അപ്പോൾ ശങ്കറിൻ്റെ മനസ്സ് മൊത്തം ഗൗരിയിലേക്ക് അങ്ങ് പോയിട്ടോ. അത്രയും നേരം ഉണ്ടായിരുന്നത് നല്ലൊരു ദിവസമായിട്ട് ഈച്ച ഡയലോഗ് അടിച്ച് അമ്മ എൻ്റെ പാവം ഗൗരിയെ വെറുതെ വിഷമിപ്പിച്ചല്ലോ. ഈ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞാൽ എന്ത് കഷ്ടാ. അപ്പോൾ കുട്ടി ശങ്കരൻ വേഗം തന്നെ പൂജയിൽ നിന്ന് എഴുന്നേക്കാണ്. എഴുന്നേറ്റപ്പോഴത്തേനും മഹാദേവൻ വന്നു. എടാ കുട്ടിശങ്കരാ, ഇത് നീ എങ്ങോട്ടാ? നീ എന്തുട്ടാ ഈ കാണിക്കണത്? പൂജ നടക്കുമ്പോൾ എഴുന്നേറ്റ് പോവാൻ പാടില്ല എന്ന് നിനക്കറിഞ്ഞൂടെ? അതെ, നീ ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത്? ഇരിക്കട അവിടെ എന്ന് പറഞ്ഞു. അപ്പോഴും നിൽക്കുകയാണ്. നല്ല ആരോഗ്യവും ആയുസ്സും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ നോക്ക്. ഇരിക്ക്, നിന്നോടല്ലേ പറഞ്ഞത്. ബലം പിടിച്ച് നമ്മുടെ മഹാദേവൻ ശങ്കറിനെ അവിടെ ഇരുത്തുകയാണ്. അപ്പം അവസാനം ശങ്കറിന് ഇരിക്കാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ശങ്കറിൻ്റെ കണ്ണ് മൊത്തം ഗൗരിയാ. ഇനി ഗൗരി എന്നെ പിണങ്ങിയിട്ടുണ്ടാവുമോ എന്നോട്? ഇല്ല, അവിടെ പിണങ്ങില്ല. ഈ പിറന്നാൾ ഇന്നാണെന്ന് അവളോട് നേരത്തെ പറയേണ്ടതായിരുന്നു. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചതാ. ഇതിപ്പോൾ വല്ലാത്തൊരു പ്രകടനമായല്ലോ. ഇനിയിപ്പോൾ ഗൗരി എന്നോട് പിണങ്ങിന്നാ തോന്നുന്നത്. എന്താ ചെയ്യുക? ആകെ ആശയക്കുഴപ്പത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ശങ്കർ. പിന്നെ കാണുന്നത് നമ്മുടെ ശ്യാം സാറിൻ്റെ വീട്ടിലാണ്. അപ്പം മുത്തശ്ശിയും ശ്യാം സാറും നന്ദിനി അമ്മയും ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഹാളിലിരിക്കുകയാണ്. അപ്പം മുത്തശ്ശി ചോദിക്കുക, ശ്യാമേ, ആരതിമോൾ ഇവിടെ തനിച്ച് നിൽക്കുമോ? രേഷ്മ ഉണ്ടല്ലോ, എന്താണെങ്കിലും ആരതിക്ക് കൂട്ടിന്, അവളെന്താണെങ്കിലും കൂട്ടിന്, അവളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരില്ലേ? ശ്യാമേട്ടനും അമ്മയും നിർബന്ധിച്ചാൽ ആരതിമോൾ നമ്മുടെ ഒപ്പം വരും എന്ന് നന്ദിനി പറയുക. അവൾക്ക് എക്സാം അല്ലേ, അവൾ ഇവിടെ ഇരുന്ന് പഠിക്കട്ടെ, അതാ നല്ലത്. എന്നാൽ പിന്നെ സമയം കളയണ്ട, നമുക്കിറങ്ങാം. ആദർശ് വേണി ഇതുവരെ റെഡി ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേണ്ട ആദർശ് അങ്ങോട്ടേക്ക് വന്നു. അല്ല, വേണി എവിടെ? അവളെ റൂമിലും കണ്ടില്ലല്ലോ. അവളെവിടെ അമ്മേ എന്ന് ചോദിച്ചപ്പം അവളോ? വേണി ആരതിയുടെ റൂമിലുണ്ട്. ആരതിയുടെ റൂമിലോ? അവളെന്താ അവിടെ എന്ന് ചോദിച്ചു. ആരതി വേണിമോളെ ഒരുക്കിക്കൊണ്ടിരിക്കുക. ബെസ്റ്റ്. ഇനി എന്ത് കോലം കെട്ടിയാണാവോ വേണി വരുന്നത്? അപ്പോൾ വേണി നല്ല അടിപൊളിയായിട്ടൊരു സാരിയൊക്കെ ഉടുത്ത് നല്ല സ്റ്റൈലായിട്ടാണ് വരുന്നത്. ഇത് കണ്ട് നമ്മുടെ ആദർശിൻ്റെ സകല കിളിയും പോയി. ആദർശ് തുറന്നപടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വേണീനെ. അവൻ ഇങ്ങനെ കണ്ണിമ്മ ചെമ്മുന്നില്ല കേട്ടോ. അപ്പോൾ ആരതിയും കൂടെയുണ്ട്. ആരതി നല്ല സൂപ്പറായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാത്തൂൻസിനെ. അപ്പോൾ നമ്മുടെ വേണിമോള് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഈ ആദർശിൻ്റെ നിപ്പ് കണ്ടിട്ട് എങ്ങനെ കണ്ണ് പറിക്കുന്നില്ല. ഞാൻ റെഡി ആയിട്ടോ, നമുക്കിറങ്ങിയാലോ എന്ന് ചോദിച്ചു വേണി. അപ്പോൾ വേണിയുടെ ആ ചിരിയും ആ നിപ്പും ഒക്കെ ആദർശിൻ്റെ മനസ്സിലങ്ങോട്ട് പതിഞ്ഞു പോയി എന്ന് പറയാം. ഹലോ ആദർശേട്ടാ എന്ന് വിളിച്ചു. ആദർശേട്ടന് ഒരു റിയാക്ഷനും ഇല്ല കേട്ടോ. ഇതെന്താ മിണ്ടണില്ലല്ലോ? ഒന്നുമില്ല എന്ന് പറഞ്ഞു വേഗം. അപ്പോഴാണ് ബോധം വന്നത്. നിന്നെ കണ്ടേ ആദർശ് മോൻ്റെ ഫ്യൂസ് പോയെന്നാ തോന്നണത് എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരുടെ ഒരു ചിരി. അപ്പോൾ ആദർശനാകെ നാണായി കേട്ടോ. അപ്പോൾ ശരിക്കും ആദർശിൻ്റെ ഫ്യൂസ് പോയതാ. സമയം കളയണ്ട, എന്നാൽ പിന്നെ നമുക്കിറങ്ങാം എന്ന് പറഞ്ഞ് ശ്യാം സാറും ബാക്കിയുള്ളവരും ഇറങ്ങാം. മോളെ ആരതി, ഒന്നുകൂടെ ചോദിക്കുക, നീ വരുന്നില്ലെന്ന് ഉറപ്പല്ലേ? എൻ്റെ അമ്മേ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. എന്നാലും നീ ഇവിടെ ഒറ്റയ്ക്ക്? രേഷ്മ കുറച്ച് കഴിയുമ്പോൾ വരുമല്ലോ. പിന്നെ എന്താമ്മേ, എൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ പോയി സന്തോഷമായിട്ട് വരാൻ നോക്ക്. എൻ്റെ നന്ദിനിയമ്മേ, വാ നന്ദിനിയമ്മേ, ഇനി വൈകിക്കണ്ട, നമുക്ക് ഇറങ്ങാന്നേ എന്ന് പറഞ്ഞ് നന്ദിനിയമ്മയും കൂട്ടിക്കൊണ്ട് നമ്മുടെ വേണിമോള് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ മുത്തശ്ശിയും ആപ്രകെ ശ്യാം സാറും ഒക്കെ ഇറങ്ങി. പക്ഷേ വേണിയെ നോക്കിയപടി ഒരാൾ നിന്ന സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിപ്പുണ്ട്. നമ്മുടെ ആദർശ്.
ഇങ്ങനെ വേണി പോകുന്നതും വരുന്നതും ഒക്കെ ഇങ്ങനെ കണ്ണിലിങ്ങനെ നോക്കിയ പടി നിൽക്കുകയാണ്, ഭയങ്കര റൊമാൻറ്റിക് ഹീറോ പോലെ. അപ്പോൾ ആരതി ഇത് കണ്ടിട്ട് ഇവരെല്ലാവരും ഇറങ്ങിപ്പോയിട്ടോ. എന്നിട്ട് ആദർശ് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. അതെ അതെ ആദർശേട്ടാ, സ്വന്തം ഭാര്യയാണെങ്കിൽ 15 സെക്കൻഡിൽ കൂടുതൽ നോക്കാൻ പാടില്ലെന്നാ. അയ്യേ, ആകെ നാണക്കേടായി പുള്ളിക്ക്. പുള്ളി വേഗം അവിടുന്ന് സ്കൂട്ടായിട്ടോ ആരുടെ മുന്നിൽ നിന്ന് ചമ്മി നാണം കേട്ട്. പിന്നെ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ്. അപ്പോൾ അതേണ്ട നമ്മുടെ ദേവിമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നു നേരെ ശങ്കർ വന്ന് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. നല്ല ആയുസ്സോടെയും ആരോഗ്യത്തോടെയും ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. മഹാദേവ, മറ്റ് ചടങ്ങുകളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേ, ദേണ്ട നമ്മുടെ ആൾക്കാരൊക്കെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് കോടി മുന്നു വാങ്ങാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാം. എല്ലാ വർഷവും ഇത് പതിവുള്ളതല്ലേ, ഈ പിറന്നാളിനും അങ്ങനെ തന്നെ ആട്ടെ. അച്ഛാ, എല്ലാ കൊല്ലവും നമ്മുടെ സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്ക് ഇങ്ങനെ കോടി മുണ്ട് കൊടുക്കാറുണ്ട്. പക്ഷേ ശരിക്കും എന്തിനാച്ചാ അത് ചെയ്യണത്? മോനെ കുട്ടിശങ്കര, അതെ, അത് ഒരു നേർച്ചയാണ് കേട്ടോ. എന്താന്ന് വെച്ചാൽ ഒരു നേർച്ച മാത്രമല്ല, എൻ്റെ വടക്കുനാഥനോടുള്ള അച്ഛൻ്റെ കടപ്പാടും സ്നേഹവും ഒക്കെ കൂടിയാ. പിന്നെ നിന്നെ വടക്കുനാഥനെ പ്രാർത്ഥിച്ച് നേർച്ച നേർന്നാണ് നീ ഞങ്ങൾക്ക് ഉണ്ടായത്, അറിയോ നിനക്ക്? അതിനുശേഷം നീ ഇപ്പം കൊടുക്കണ ആ കോടിമുണ്ടും ദക്ഷിണയും ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ജീവനക്കാർക്കാണ് കൊടുക്കുന്നതെങ്കിലും അതെ, വടക്കുന്നാഥനെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ കൊടുക്കണത്. നിൻ്റെ പേരിൽ എല്ലാ കൊല്ലവും നിൻ്റെ ബർത്ത്ഡേക്ക് അങ്ങനെ ചെയ്യാമെന്ന് അച്ഛൻ നേർന്നിട്ടുണ്ട്. ആഹാ, അത് ശരി, വെറുതെ അല്ലട്ടോ. ബർത്ത്ഡേയും നമ്മുടെ വടക്കുനാഥനും തമ്മിൽ അന്നേ കണക്ഷൻ ഉണ്ട് അല്ലേ അച്ഛാ? നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനല്ലേ മോനെ അത്. അപ്പം പിന്നെ എങ്ങനെയാ ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളോടും അദ്ദേഹം ലയിച്ചു ചേർന്നിരിക്കുന്നു എന്ന് ദേവിമ്മ പറയാ. നിന്നിലും എന്നിലും സകലത്തിലും ആ പ്രപഞ്ചനാഥൻ കുടികൊള്ളുന്നുണ്ട്. എൻ്റെ വടക്കുനാഥ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശങ്കറിന് ഏറ്റവും പ്രിയപ്പെട്ടയാളാണ്. എന്നാൽ പിന്നെ നമുക്ക് ആ ചടങ്ങ് തുടങ്ങിയാലോ? ശരി പിള്ളേ, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കർ ചെന്നു ഓരോരുത്തർക്കായിട്ട് കോടിമുണ്ട് കൊടുക്കുക. ഓരോരുത്തരായിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ശങ്കറിൻ്റെ കൈ കൊണ്ട് കോടിമുണ്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് അടുത്തയാൾ വന്നു, നമ്മുടെ ഗൗരി. നല്ല അടിപൊളിയായിട്ട് റെഡിയായി നല്ല സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. ഇത് കണ്ട ശങ്കറിൻ്റെ കിളി പോയിട്ടോ. അപ്പോൾ ശങ്കർ ഇങ്ങനെ നോക്കിപ്പടി അങ്ങോട്ട് ശ്രദ്ധ പോവാണ്. ശങ്കറിൻ്റെ ഗൗരിയെ കണ്ടപ്പോഴത്തേനും പറയണ്ടല്ലോ, കോടിമുണ്ട് കൊടുക്കുന്ന ആളുടെ മനസ്സും ശരീരവും ഒന്നും ഇവിടെയല്ല എന്ന് പറയാം. ശരീരം ഇങ്ങനെ നിന്ന് അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് മാത്രം. അപ്പോൾ വേഗം കൊടുത്ത് തീർക്കാനാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൗരി അവിടെ നിന്നും കോടിമുണ്ട് കൊടുത്തു കഴിഞ്ഞ ശേഷം അപ്പോൾ ഗൗരി നേരെ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. ഓടി വന്ന ശേഷം ദേവിയമ്മ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ദേവിയമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് ഗൗരി. അപ്പോൾ ഗൗരി അനുഗ്രഹം വാങ്ങിയപ്പോഴത്തേനും വേഗം ദേവിയമ്മ നല്ല അനുഗ്രഹം കൊടുത്തു. മോളെ നന്നായി വരട്ടെ, എന്നാണെങ്കിലും നന്നായി വരും, നല്ലൊരു ഭാര്യയായിട്ട് നല്ലൊരു കുടുംബിനിയായിട്ട് ഭാര്യയാവാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ശങ്കരൻ വന്നിട്ട് ദേവിമ ഞങ്ങളെ അനുഗ്രഹിക്കണം കേട്ടോ എന്ന് പറഞ്ഞ ശങ്കർ, ഞങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ചൊന്ന് അനുഗ്രഹിച്ച ദേവിമ എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. ദീർഘായുസോടെ നല്ലൊരു ദാമ്പത്യ ജീവിതം രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് ദേവിമ ഇവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. ഗൗരി അങ്ങോട്ടേക്ക് പോയിട്ടോ. 1 മിനിറ്റ് എന്ന് പറഞ്ഞ കുട്ടിശങ്കരൻ ആ പുറകിന് തന്നെ പോയി. അപ്പോൾ ഇത് കണ്ട് മഹാദേവൻ കണ്ണ് തള്ളി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിയമ്മ ഒരു ചിരി ഇരിച്ച് ദേവിയമ്മ അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. അല്ല പിള്ളേ, എടോ ഇവന് എന്തൊക്കെയാ കുഴപ്പമുണ്ടോ? ഇവൻ നേരത്തെ ഒന്ന് അനുഗ്രഹം വാങ്ങിച്ചതല്ലേ? അതേലോ, കുഞ്ഞിന് കുറച്ചുകൂടെ അനുഗ്രഹം വേണമെന്ന് തോന്നിക്കാണും. ഇവന് വേറെ പ്രാന്ത, അവൻ്റെ ഒരു അനുഗ്രഹം എന്നാ ശേഖരൻ പറഞ്ഞു. ശേഖരേട്ടാ, ഒരു കാര്യം പറയട്ടെ, ആൾക്കാരെ നമ്മളെ സൈക്കോ ഫാമിലി എന്നാ പറയുക. അത് ശേഖരേട്ടൻ അറിയുമോ? അതിൽ നമ്മുടെ അച്ഛൻ കഴിഞ്ഞാൽ ശേഖരേട്ടനാട്ടോ ഏറ്റവും വലിയ സൈക്കോ. അങ്ങനെയാട്ടോ ആൾക്കാർ പറയണത് എന്ന് പറഞ്ഞ് കുട്ടിശങ്കരൻ ഒരു ചിരിയൊക്കെ ചിരിച്ച് അവൻ അങ്ങോട്ടേക്ക് പോയി. പിന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ്. അപ്പോൾ ഗൗരിയുടെ പുറകെ ആൾ വെച്ച് പിടിപ്പിച്ചു. ഗൗരി നിന്നേ. അപ്പോൾ ഗൗരി അവിടുന്ന് ഒരു ലഡു എടുത്ത് വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് വായി വെച്ച് കൊടുത്ത് തുറക്കുമ്പോൾ മാറ്റിപ്പിടിക്കും. വീണ്ടും വെച്ച് കൊടുത്തു. പിന്നെ വീണ്ടും മാറ്റിപ്പിടിച്ചു. എന്താ ഗൗരിയെ, നിൻ്റെ പിറന്നാളായിട്ടെന്ന് ഞാൻ നേരത്തെ പറയാഞ്ഞതുകൊണ്ട് നീ എന്നോട് പിണങ്ങിയിരിക്കുകയാണോ ഗൗരി? വാ തുറക്കാനല്ലേ പറഞ്ഞത്? അപ്പോൾ വേഗം വാ തുറന്നു ലഡു അങ്ങ് വായിലോട്ട് കുത്തിക്കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പോകാൻ തുടങ്ങിയപ്പം ഗൗരി നീ അവിടെ നിന്നേ എന്ന് പറഞ്ഞ് കൈ കയറി പിടിച്ചോ. എൻ്റെ ക്രാവ് ഇതെന്തുട്ടാ കാണിക്കണത്? നമ്മളെ തീരെ മൈൻഡില്ലല്ലോ.
അതെ എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ശങ്കർ. അപ്പോൾ മഹാദേവൻ വന്നിട്ട് ആഹാ ഇവൻ എന്തുട്ടായി കാണിക്കണതാ, നിനക്ക് അവളോട് സംസാരിക്കുന്നതൊക്കെ പിന്നെ സംസാരിക്കാടാ. ദേ നീ ആദ്യം ഒരു കാര്യം ചെയ്തേ, നീ ചെന്ന് ഈ കോടിയൊക്കെ എടുത്തിട്ട് വീണ്ടും ഇവർക്കൊക്കെ കൊടുക്ക്. ഇങ്ങോട്ട് വാ എൻ്റെ കുട്ടിശങ്കര എന്ന് പറഞ്ഞു. ഇവൻ്റെ ഒരു കാര്യം, ഈ പെങ്കൊച്ചിനെ കണ്ടാൽ പിന്നെ ഇവനെല്ലാം മറന്നു പോവും. നീ എന്ത് വാടാ ഇത് എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് നേരെ ശങ്കർ അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ ഗൗരിക്ക് ചിരി വന്നു. ഗൗരിയും ഇങ്ങനെ നിൽക്കുകയാണ് ശങ്കറിൻ്റെ ആ ഒരു നോട്ടവും നിപ്പും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ശങ്കർ പോയി. പിന്നെ കാണുന്നത് ആരതീനെയാണ്. അപ്പോൾ ആൾ പഠിക്കുകയാണ്. ബാക്കി എല്ലാവരും തൃശ്ശൂർക്ക് പുറപ്പെട്ടു. ആ രേഷ്മ ഇത്ര പെട്ടെന്ന് വന്നോ, കുറച്ച് ലേറ്റ് ആകുമെന്ന് അവൾ പറഞ്ഞാണല്ലോ, ചിലപ്പോൾ എന്നെ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞ് വേഗം ചെന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പം ഞെട്ടിപ്പോയി. മറ്റാരുമല്ല നമ്മുടെ മിഥുനാണ് എത്തിയിരിക്കണത്. അപ്പോൾ ഇങ്ങനെ പരിധി നോക്കുക കേട്ടോ. അല്ല താനെന്താണ് എന്നെ ഇങ്ങനെ നോക്കണത്? ഹായ് ഹലോ എന്താ എന്നെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇല്ല, എൻ്റെ ഫ്രണ്ട് രേഷ്മ അവൾ ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. അവളാണെന്ന് കരുതിയാ ഞാൻ ഡോറ് തുറന്നത്. സോറി, ഞാൻ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരേണ്ടതായിരുന്നു അല്ലേ? അത് മതിയായിരുന്നു. ഇവിടെ ഇപ്പോൾ വേറെ ആരുമില്ല, അതുകൊണ്ടാണ്. അച്ഛനും അമ്മയൊക്കെ തൃശ്ശൂർ പോയിരിക്കാം. പിന്നെ ശങ്കരേട്ടൻ്റെ പിറന്നാളാ. എന്നിട്ട് താനെന്താ പോകാതിരുന്നത്? നാളെ എനിക്ക് എക്സാം തുടങ്ങും, അതാ ഞാൻ പോകാത്തത്. ഓ ശരി, എന്നാൽ ഞാൻ ഇറങ്ങാം കേട്ടോ. തന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. എന്നാൽ ശ്യാമങ്ങളും നന്ദിനി ആൻറ്റിയും ഒക്കെ ഉള്ളൊരു ദിവസം ഞാൻ വരാം. എന്നാൽ വരുമ്പോൾ നേരത്തെ വിളിച്ചിട്ട് വന്നാൽ മതി. ഉറപ്പായിട്ടും ഇനി ഞാൻ വിളിച്ചിട്ടേ വരൂ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് മിഥുൻ ഇറങ്ങാൻ തുടങ്ങിയപ്പം അല്ല ഒരു മിനിറ്റ്, അതെ ഇവിടെ വരെ വന്നതില്ലേ, കയറിയിരിക്കേ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ഓ താങ്ക്സ് എന്ന് പറഞ്ഞ് വേഗം തന്നെ മിഥുൻ അകത്തേക്ക് കയറി ചെന്നു കേട്ടോ. അപ്പോൾ ആരതി പറഞ്ഞു എന്നാൽ ഇവിടെ ഇരിക്കേ, ഞാനിപ്പോൾ 5 മിനിറ്റ് ഞാൻ ഇപ്പം ചായ എടുത്തുകൊണ്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ തുടങ്ങിയപ്പോൾ ഡോ നിന്നേ ഒന്ന് നിന്നേ. അതെ ഞാനിവിടെ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്തിനാ, ഞാനും തൻ്റെ ഒപ്പം കിച്ചണിലേക്ക് വരാന്നേ. അത് പിന്നെ ഞാൻ കിച്ചണിലേക്ക് വരുന്നു ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അല്ല വന്നോ, എന്നാൽ താങ്ക് യു. അപ്പോഴേ ഒരു കാര്യത്തിലൂടെ താൻ എനിക്ക് പെർമിഷൻ തരണം. അയ്യോ എന്തിന്, താൻ പേടിച്ചു പോയോ? അതെ ഉയരം കൂടുമ്പോൾ ചായയുടെ ടേസ്റ്റ് കൂടുമെന്ന് ലാലേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്താ? ലാലേട്ടനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തനിക്ക് നല്ലൊരു അടിപൊളി ചായ ഞാൻ ഉണ്ടാക്കി തരും. അല്ല അത് പിന്നെ കുട്ടി ഒന്നും പറയണ്ട, കുട്ടി ഇങ്ങോട്ട് വന്നേ, വരൂ എന്ന് പറഞ്ഞ് മിഥുൻ നേരെ അടുക്കളയിലേക്ക് വച്ചു പിടിപ്പിച്ചു. ആരതി ഇതെന്താ സംഭവം ഒന്നും മനസ്സിലാവാതെ ആളിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിൽ നമ്മുടെ അജിത്തും ജോജുവും ഒക്കെ കൂടി ഡെക്കറേഷൻ പൂർത്തീകരിക്കുകയാണ് നമ്മുടെ ശങ്കർ ഭായിയുടെ ബർത്ത്ഡേയുടെ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയത് ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ആ കുട്ടിശങ്കരൻ അങ്ങോട്ടേക്ക് വന്നത്. അപ്പം മഹാദേവൻ പിള്ളച്ചേട്ടനും വേറെ 2 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എടാ കുട്ടിശങ്കര, നിനക്കിവരെ മനസ്സിലായോ? പക്ഷേ എങ്കിൽ കുട്ടിശങ്കരനാൾ ഇവിടെ ഒന്നുമല്ല, ഇതൊന്നും ആൾ കേട്ടിട്ടേയില്ല. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അല്ല ഇദ്ദേഹം ശ്രദ്ധിച്ചോ, ശങ്കർ കുഞ്ഞിൻ്റെ മനസ്സ് ഇവിടെയൊന്നും അല്ല എന്ന് പിള്ളച്ചേട്ടൻ പറയാ. ഡാ എന്ന് വിളിച്ചു. അപ്പം ഞെട്ടി. എന്തിട്ടാച്ചാ അച്ഛൻ എന്താ ഇപ്പം പറഞ്ഞത്? എന്താ അച്ഛാ എന്ന് ചോദിച്ചു. ഞാനൊന്നും കേട്ടില്ല കേട്ടോ. തേക്കും കാട്ടിക്കൂടെ ഒരു ആന ഒരു ട്രൗസർ ഇട്ടിട്ട് ഇതേണ്ട ഇങ്ങനെ അങ്ങ് നടക്കുന്നതെന്ന്. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ ശങ്കർ കുഞ്ഞിൻ്റെ മനസ്സ് ഇവിടെയല്ലാന്ന്. എടേ അതെ അച്ഛാ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താന്ന് ഒരു പിടുത്തവും കിട്ടണില്ല അച്ഛാ, അതാ പ്രശ്നം. എങ്കിലോ ആവട്ടെ, ദേ ഇത് അച്ഛൻ്റെ വല്യമ്മാവൻ്റെ മക്കളാട്ടോ. നീ ഇവർ തരണ ആ ഗിഫ്റ്റ് അങ്ങോട്ട് വാങ്ങേ എന്ന് പറഞ്ഞു. അപ്പം വാങ്ങിച്ചിട്ട് താങ്ക്സ് പറഞ്ഞു. അപ്പോഴേ നിങ്ങൾ സന്തോഷമായിട്ട് ദാ അങ്ങോട്ടേക്ക് ഇരിക്കുക. അവിടെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടെന്നേ. പിള്ളേ എന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയാട്ടെ എന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടിക്കൊണ്ട് പിള്ള ചേട്ടനകത്തേക്ക് കയറി പോവാണ്. അപ്പം ശങ്കർ വീണ്ടും ഇതും പിടിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓ ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് മഹാദേവൻ അങ്ങ് പോയി. ആൾ നോക്കുന്നത് നമ്മുടെ ഗൗരീനെയാണ്. ഗൗരിയെ കാണുന്നില്ല. അപ്പം നേരെ അജിത്തിനെയും ജോജുവിൻ്റെ അടുത്തേക്ക് ചെന്നു. കേക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാണ് കേട്ടോ. എടാ ജോജു, കേക്കിലെ ഹാപ്പി ബർത്ത്ഡേ ശങ്കർ ബായി എന്ന് എഴുതിയാൽ മതിയായിരുന്നു അല്ലടാ എന്ന് ചോദിച്ചു. അപ്പോൾ ശങ്കർ മഹാദേവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അജിത്തെ ശരിയാകുക? ഇത് നമ്മൾ നടത്തുന്ന പരിപാടിയല്ലല്ലോ, ശങ്കർ ബായിയുടെ ഫാമിലി നടത്തുന്ന പരിപാടിയല്ലേ. ഓ അപ്പോൾ അവരുടെ ഇഷ്ടത്തിനല്ലേ കാര്യങ്ങൾ ചെയ്യുക. അത് നീ പറഞ്ഞത് പോയിൻ്റാണ് കേട്ടോ എന്ന് പറഞ്ഞു. എടാ അജിത്തെ ജോജു, നിങ്ങൾ ഗൗരിയെ കണ്ടോ?
ഏട്ടത്തി അമ്മ കുറച്ചു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ, ആളെവിടെ പോയി? എന്നിട്ട് ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഏട്ടത്തി അമ്മ ശങ്കർബായിയെ നോക്കി നിൽക്കണമെന്ന് ഞങ്ങൾ കണ്ടതല്ലേ. എന്നെ നോക്കി നിൽക്കുന്നതോ? അതെ, നീ ഏട്ടത്തി അമ്മ ശങ്കർബായിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ. ശരിക്കും ഏട്ടത്തി അമ്മയുടെ നോട്ടം കണ്ടാലേ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എന്ത് രസമായിരുന്നെന്നറിയുമോ? ഓ, അങ്ങനെയാണല്ലേ. അപ്പം എന്തുട്ടാ ശങ്കർബായി, എന്താ പ്രശ്നം എന്ന് ചോദിച്ചോ. ഞാൻ എൻ്റെ കിടാവിനെ തെരയുമ്പോഴേ എൻ്റെ കിടാവ് ഞാൻ അറിയാതെ എന്നെ നോക്കി നിന്ന് രസിക്കാന്നേ. അത് കൊള്ളാലോ ശങ്കർബായിയെ. അല്ലടാ സിഗ്മ ടീമുകളെ, നിനക്കൊക്കെ രണ്ടിനും ഞങ്ങളുടെ ഈ ലവ് സ്റ്റോറിയിൽ എന്തുട്ടാടാ കാര്യം? ശങ്കർബായി, സിഗ്മേനെ ഇങ്ങനെ പൊട്ടിച്ച് തള്ളരുതിട്ടാ. ഒരിക്കലും ഈ പറയണ ശങ്കർബായിയും സിഗ്മയായിരുന്നു കേട്ടോ, അത് മറക്കല്ലേ. എടാ സിഗ്മകളെ, നമ്മുടെയൊക്കെ ഒരു പെണ്ണിൻ്റെ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എന്തിട്ട് സിഗ്മ എന്നൊക്കെയാണ് പറയണത്. അതൊന്നും ഇല്ലാടാ എന്ന് പറഞ്ഞു. അപ്പം ഇതേണ്ട ഗൗരി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഗൗരിയെ കണ്ടു. 1 മിനിറ്റേ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് ശങ്കർ അങ്ങോട്ടേക്ക് വച്ചു പിടിപ്പിച്ചു ഗൗരീനെ അടുത്തേക്ക്. അപ്പോൾ ഗൗരി നോക്കുമ്പോൾ ശങ്കറിനെ കാണുന്നില്ല. വീണ്ടും അയ്യോ, ശങ്കർ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതെവിടെ പോയി? അപ്പോൾ ഗൗരി ഇങ്ങനെ പരതി നോക്കുകയാണ്. ആൾ പുറകെ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശങ്കർ. എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു മയിൽപ്പീലി എടുത്ത് പതുക്കെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ഉരസി. അപ്പോൾ ആൾ എന്താ പറയുക, തൂത്ത് കളഞ്ഞു. അതിനുശേഷം പെടലി ഇങ്ങനെ വെച്ചപ്പോഴാണ് കണ്ടത് ആഹാ ശങ്കർബായി ആണെന്ന്. അപ്പം 2 പേരും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് ഇങ്ങനത്തെ മയിൽപ്പീലിയൊക്കെ തൂത്ത ഗൗരിയുടെ മുഖത്തും ദേഹത്തും നോക്കിയിട്ട് ഉറച്ച് ഇങ്ങനെ ആൾ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗൗരി പോകാൻ തുടങ്ങിയപ്പം ഗൗരിയെ പിടിച്ചവിടെ നിർത്തി. എന്നിട്ട് കട്ടപ്രണയമായിട്ട് 2 പേരൂടെ ഇങ്ങനെ നോക്കി നിന്നു. എന്നിട്ട് അവസാനം ഇങ്ങനെ പിടിച്ച് വാങ്ങിയിട്ടോ ഗൗരി ആ മയിൽപ്പീലി. എന്നിട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അത് കണ്ണിൽ മറച്ച് പിടിച്ചു. എന്നിട്ട് ശങ്കറിനെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് 2 പേരും. അതെ, എൻ്റെ കിടാവിന് എന്നോട് പിണക്കാണോ? അതാണോ ഈ മാറി നടക്കണത്? എങ്കിയേ ആണെങ്കിൽ ആ പിണക്കം ഞാൻ മാറ്റിത്തരാം. എങ്ങനെ? അതൊക്കെ ഉണ്ടെന്നേ, ഇങ്ങ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് 2 പേരോട് ഇതേണ്ട് വിളിച്ചു. എന്നിട്ട് 2 പേരും ഇങ്ങനെ ചേർന്ന് വന്ന് ഇങ്ങനെ അടുത്തിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ 2 പേരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രാധാമണി തങ്കച്ചി അങ്ങോട്ടേക്ക് വന്നത്. എന്താ അവിടെ എന്നാ ചോദിച്ചത്. ആകെ ചമ്മി നാണം കിട്ടു. ഇങ്ങനെ നിൽക്കുകയാണ് മയിൽപ്പീലിയും പിടിച്ച്. അതേ, കരട് പോയതാ. എന്താ? എൻ്റെ അമ്മേ, ഗൗരിയുടെ കണ്ണിലൊരു കരട് പോയതാന്നേ. ഇത്രയും വലിയൊരു കരട്. എന്നിട്ട് ആ കരട് നീ എടുത്തോ? അമ്മ എന്താ പറയണത്? ഗൗരി, കരട് പോയില്ലേ? ആ, പോയി എന്ന് പറഞ്ഞു. ഭാഗ്യമായിട്ടോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നില്ലല്ലോ. ഗൗരി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. എപ്പോഴും നിന്റെ സഹായത്തിന് ഞാനുണ്ടാവണമെന്നില്ല. എന്തോ എന്നെ ആരോ വിളിക്കണില്ലേ അമ്മേ? ഞാനിപ്പോൾ വഴിക്ക് വരാട്ടോ എന്ന് പറഞ്ഞ ശങ്കർ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടായി. അപ്പം നേരെ വേഗം തന്നെ രാധാമണി അങ്ങോട്ട് വന്നിട്ട്, അല്ല, നിൻ്റെ കണ്ണിൽ വീണ കരട് പോയിന്ന് ഉറപ്പാണല്ലോ അല്ലേ? ആ, പോയമ്മേ. നീയാ ഈ കുടുംബത്തിലെ കരട്, എന്നിട്ട് നിൻ്റെ കണ്ണിലും കരടോ? കഷ്ടം. അപ്പോൾ അതേ മഹാദേവൻ വന്നിട്ട്, അതെ മോളെ ഗൗരി, വീട്ടിൽ നിന്നേ ദേ പ്രൊഫസറും നന്ദിനിയമ്മയും മുത്തശ്ശിയും ഒക്കെ വന്നിട്ടുണ്ട്. നീ അങ്ങോട്ടേക്ക് ചെല്ല്. അതെയോ? ആ, ചെല്ലുന്നേ. നീ ചെന്ന് ശങ്കരനെയും കൂട്ടിയിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നേ. അച്ഛനും അമ്മയും ഇപ്പോൾ വരാം. ശരി അച്ഛ എന്ന് പറഞ്ഞു. അപ്പോൾ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ഗൗരി നേരെ അങ്ങോട്ടേക്ക് പോവാം. ഒരു മോള്, നമുക്കൊരു മോളേ ഉള്ളൂ, അത് വേണിയാ. അവളെ മാത്രമേ നിങ്ങൾ മോളേന്ന് വിളിക്കാവൂ, അല്ലാതെ നമ്മുടെ കുടുംബം മുടിക്കാൻ നടക്കുന്ന ഇവളെ അങ്ങനെ വിളിക്കരുത്, മനസ്സിലായോ? അല്ല, നമ്മുടെ വേണിമോൾ വന്നിട്ടില്ലേ? ഉണ്ട്, വേണിമോളും അവക്കൊപ്പം വന്നിട്ടുണ്ട്. അതെ, നിന്നോടൊരു കാര്യം പറയട്ടെ രാധേ, നീ ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ, പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ കുട്ടി ശങ്കരൻ്റെ പിറന്നാളാണ്, അതറിയാമല്ലോ. അത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. നീ നിൻ്റെ നാക്ക് ഒന്ന് അടക്കി വെക്കണം, മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? ഇന്നിവിടെ നീ കാരണം ഒരു പ്രശ്നവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, മനസ്സിലായോ? ശരി എന്ന് പറഞ്ഞു. ആ, എങ്കിൽ വാ, പറഞ്ഞത് ഓർമ്മയുണ്ടാവണം എപ്പോഴും. എന്നാലേ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് മഹാദേവൻ രാധാമണിയെയും കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ടെത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.